ബർത്ത്ഡേ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം ഗൈസ്. ഈ ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ വെളിയിലത്തെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കുറച്ച് മൈൻഡ് ഫക്ക് ആയിട്ടിരിക്കുമായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ വീണ്ടും ഈ പറയണത് പോലെ മറ്റേ എന്താ KVയുടെ ഇഷ്യൂ, KV സിറ്റിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറയണ സാധനം എൻ്റെ തലയ്ക്ക് കൊണ്ടിട്ട് ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക് കാസ്ട്രോയോട് ചോദിക്കാം, ബ്രാവോയോട് ചോദിക്കാം. ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇത് സോൾവ് ചെയ്യാൻ ഞാൻ എന്തോരം ഈവൻ തോ ഞാൻ സിറ്റിയിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ പോയി അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് എത്രയാണെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാ. ബ്രാവോയ്ക്ക് ഒരു കണ്ണേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുവോ ബ്രാവോ? ഇപ്പൊ കണ്ണുതീനം എന്തോ വന്നിട്ട് ആ ഒരു കണ്ണ് വെച്ച് വണ്ടി ഓടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇരിക്കണം ബ്രാവോ. ഇന്ന് രാവിലെ വിളിച്ച് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു കണ്ണൊക്കെ വെച്ച് ഞാൻ എങ്ങനെയും അങ്ങ് എത്തിയേക്കാം, ഇങ്ങനെ തപ്പി തടഞ്ഞങ്ങ് എത്തിയേക്കാന്ന്. ഞാൻ പറഞ്ഞു വരണ്ട ബ്രാവോ, നീ വയ്യാതിരിക്കുമല്ലേ. ഒന്നാമത്തെ കാര്യം, ഈ കണ്ണുതീനം എന്ന് പറയുന്ന സാധനം പകരുന്ന സംഭവം കൂടാ. എനിക്കാണെങ്കിൽ ലോകത്തിന് വരാനൊന്നുമില്ല, മനസ്സിലായി. അതുകൂടെ ഇനി തലേ വന്ന് വീണ് ഇനി ഒരു കണ്ണായിട്ടൊക്കെ വന്നൊക്കെ സ്ട്രീം ചെയ്യാൻ എനിക്ക് വയ്യ. പാവം അവനും ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ. ലൈക്ക് പുള്ളി നേരത്തെ ആകുമ്പോൾ തിരുവല്ലയിൽ നിന്ന് എൻ്റെ വീട്ടിൽ വരെ വരാൻ വലിയ ദൂരമൊന്നുമില്ല, ഒരു കൂടി പോയാൽ 3/4 മണിക്കൂർ രാത്രി നേരെ അങ്ങ് വന്നാൽ മതി. പക്ഷെ ഇപ്പം അങ്ങനല്ല. എടാ, ഇത് ഞങ്ങളെ രണ്ടുപേരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇത് ഞങ്ങളായിട്ടുള്ളൊരു ഇതല്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഇന്നേ വരെ ഒരു KVയുടെ എതിരെ ഉള്ളൊരു സിറ്റുവേഷൻ ഞാൻ ഇതുവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ പോലും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ കുറേ വട്ടമായിട്ട് അത് കണ്ട് ഈ കൊച്ചു പിള്ളേർ തമ്മിലുള്ള അടിയാകുമ്പോൾ ലാസ്റ്റിൽ എനിക്കത് അന്ന് ട്രിഗറായി മാത്രമാണ് ഞാൻ സംസാരിച്ചത്. എന്നാലും ഞാൻ അത് അങ്ങനെ ചെയ്യാറില്ല. ഞാനിപ്പോൾ ഞാനത് സോൾവ് ആക്കാൻ ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പിൽ പോലും ഇവന്മാരുടെ അടുത്ത് ഞാൻ അമ്മാതിരി വാൺ ചെയ്ത് വെച്ചിരിക്കുക. അത് ബ്രാവോ ഉള്ള KVയുടെ ഗ്രൂപ്പാണ്, മനസ്സിലായോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഞങ്ങൾക്ക് ഗ്രൂപ്പില്ല. സോ ബ്രാവോയ്ക്ക് അറിയാം ഞാൻ എങ്ങനെ അവരെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്കത് വിഷമോ എത്രേ ഉള്ളൂ. അത് മാത്രമാണ് ഇന്നലെ ചാറ്റിൽ എന്നെ ട്രിഗർ ചെയ്തത്. അല്ലാതെ മറ്റേ ഈ കോൺഫിഡൻസിന്റെ ഒക്കെ കാര്യം പറയണമാർക്കൊന്നും എനിക്കൊരു ഇതുമില്ല. ഓവർ കോൺഫിഡൻ്റ് ഉണ്ട് പിള്ളേർ കൊണ്ടല്ല കോൺഫിഡൻ്റ് ആയിട്ട് കളിച്ചെങ്കിൽ അത് അവന്മാരുടെ ഇത്ര നാളത്തെ ഗ്രൈൻഡിങ്ങിന്റെ റിസൾട്ടാ, ആ കോർഡിനേഷന്റെ റിസൾട്ട്. അതൊന്നും എന്നെ ബാധിച്ച കേസല്ല. ഞാൻ അതിനല്ല. ഞാൻ ഈ ചാറ്റിൽ കിടന്ന് ഈ സാധനം പറഞ്ഞു ഇതിന്റെ ഒരു എന്താ പറയാ പാരഗ്രാഫ് മെസ്സേജ് ഒക്കെ ഇന്നലെ നിങ്ങൾ ഈ എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഉള്ളവർക്ക് നോക്കിയാൽ മനസ്സിലാവും. അതാണ് എനിക്ക് അതാണ് എന്നെ വീണ്ടും ട്രിഗർ ആക്കുന്നത്. അതുമായിട്ട് ഞാൻ യാതൊരു ബന്ധവും ഇല്ല, മനസ്സിലായി. അത് അവരെന്തെങ്കിലും അവരുടെ വാലിഡ് റീസൺ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അത് മാത്രമേ ഉള്ളൂ. എനിക്ക് അതേ പറയുള്ളൂ. ആ ഒരു സാധനം വെച്ചിട്ട് എൻ്റെ ഇങ്ങനത്തെ ഒരു സെനാറിയോയിൽ KVയെ പോലത്തെ ഒരു ഗ്യാങ്ങിനെ അടിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു പേരോട് പറഞ്ഞോട്ടെ. ഇതിനകത്ത് ഞാനത് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഓഡിയൻസ് കുറേ പേര് ഇന്നലെ വന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലും ഒരു കുത്തിത്തിരിപ്പോളി വന്നിട്ട് ഈ മെസ്സേജ് ഇടുമ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് 10 പേര് കൊടുക്കുമ്പോഴാണ് ഞാൻ ആ മെസ്സേജ് കാണുന്നത്. ഇത്രയും മെസ്സേജുകൾക്കിടെ സത്യമായിട്ടും നിങ്ങൾ ഇത് മെൻഷൻ ചെയ്യുമ്പോൾ എനിക്ക് ബ്രാക്കറ്റിൽ വരും, അതായിരിക്കും ഞാൻ കാണുന്നത്. ഞാൻ എന്നിട്ട് അത് വായിച്ചിട്ട് ട്രിഗറാവും. ഇങ്ങനത്തെ വേണമെങ്കിൽ അന്നേരം ടൈം ഔട്ട് കൊടുത്തിട്ടായി. നിങ്ങൾ അവന്മാരെ റീമെൻഷൻ ചെയ്യല്ലേ. അവന്മാരുടെ ഇന്റൻഷൻ അത് തന്നെയാ സത്യം പറഞ്ഞാൽ, മനസ്സിലായ. അതാക്കിക്കാനാണ് അവന്മാരുടെ ഇന്റൻഷൻ. അപ്പോൾ അത് ഞാൻ ഇഗ്നോർ ചെയ്യുക. അത് ഞാൻ വിടുന്നില്ല, ഞാൻ തലയ്ക്കകത്തോട്ട് കയറ്റുന്നില്ല. അതുകൊണ്ട് നമുക്കത് വിടാം. എനിക്ക് ഈ ഇഷ്യൂസ് ചെയ്തു ഗെയിമിൻ്റെ കഴിയുമ്പോൾ ഗെയിമിനകത്ത് വരുമ്പോൾ അത് എനിക്ക് വയ്യ. എങ്ങനെയാലും ഈ 2025 അടിച്ചുവിടാൻ പറ്റുമോ ആർക്കെങ്കിലും, വല്ല ഫോർവേഡ് വല്ലതും. ഇനി 2026 ഈ തലയ്ക്കകത്തോട്ട് എന്തൊക്കെ വീഴാനിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. ബബ്ബ ട്രെയിലർ ഇറങ്ങിയോ? ഏതൊരു ഡൈഹാർഡ് ഫാൻ വിളിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്. ഹലോ, കട്ട് ചെയ്ത് ഒന്നുകൂടെ വിളിച്ചാൽ നിന്റെ നമ്പർ ഞാൻ നേരെ ഇങ്ങനെ കാണിക്കുവേ. കള്ളക്കടയാടി.